ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുമായിരുന്നു. അന്നേരമാണ് ഓർത്തത് എന്നാൽ പിന്നെ വീഡിയോ എടുക്കാം. ഹോം മെയ്ഡ് ചിക്കൻ സോസേജ് എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ കണ്ടത്. അപ്പം ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കി ഹോം മെയ്ഡ് ചിക്കൻ സോസേജ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാം, ഒരു കോണ്ടൻറ്റും കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഹോം മെയ്ഡ് ചിക്കൻ സോസേജ് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ചിക്കൻ ഇട്ട്, കോൺഫ്ലവർ ഇട്ട്, ഉപ്പിട്ട്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തീർന്നു പോയതുകൊണ്ട് ഞാൻ കുറച്ച് ഗാർലിക് ഗ്രാന്യൂൾസും ഒനിയൻ പൗഡറും കൂടി ഇട്ട്, പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ഹെർബ്സിൻ്റെയൊക്കെ ഇത് വാങ്ങിക്കാറുണ്ട്, ചിക്കൻ സോസേജ്. ഇവിടുത്തെ മീറ്റ് ഹൗസിൽ കിട്ടാറുണ്ട്. അത് അവർ ഇൻ ഹൗസിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഹെർബ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രയലിന് ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയൊക്കെ ഉണ്ടായിരുന്നത് അതും തട്ടിയിട്ടുണ്ട്. ചിക്കൻ ഇതിനടിയിലുണ്ട്, കാണാൻ മേലാതെയാണേ. അപ്പോൾ നമുക്കിത് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, അരച്ചെടുത്തോളൂ. അപ്പം പാത്രം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, കാരണം മിക്സിയിൽ അത്ര കാര്യമായിട്ട് അരിയുന്നുണ്ടായിരുന്നില്ല. അളവ് കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നെ വെറുതെ മിക്സി അടിച്ച് കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് നമ്മുടെ വെജിറ്റബിൾ ചോപ്പറിലോട്ട് മാറ്റി. ഇത് നമ്മുടെ സൂപ്പർ ചോപ്പറാണ്. ചിക്കൻ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മിക്സ് ചെയ്തെടുക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു ഇത്. എന്നാണെങ്കിലും ചിക്കൻ നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. ഇതിങ്ങനെ ബട്ടർ പേപ്പറിലോ പൊതിഞ്ഞിട്ട്, പിന്നെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ചെറുതായിട്ട് സ്റ്റീം ചെയ്ത് വെച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സോസേജ് പൊതികളെല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുന്നത് പോലെ അത്ര ഷേപ്പും ലുക്കും ഒന്നുമില്ല. ലുക്കിലല്ലല്ലോ, ടേസ്റ്റിലാണല്ലോ കാര്യം ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇത് ജസ്റ്റ് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സോസേജുകൾ പെറുക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വെന്ത സോസേജ് എങ്ങനെയുണ്ടെന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ സോസേജ് നമ്മൾ തുറന്ന് ഇങ്ങനെ കുഞ്ഞ് പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഇത് ഹെൽത്തി ആണ്. പൊളിയാണ്, അടിപൊളിയാണോ? ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ സോസേജ് അങ്ങനെ സക്സസ്ഫുള്ളി റെഡി ആയിരിക്കുകയാണ്. ഓക്കെ,